അതെ. ഓ ഹാപ്പി ബർത്ത്ഡേ. ഹായ് ഗായ്സ്, അങ്ങനെ പാല് കൊടുത്ത് പശുവായി മാറി ഞാൻ. ഇന്നത്തെ ദിവസം ഈ പശുവിടെ ഔട്ട്ഫിറ്റ് ഇട്ടാണ് ഞാൻ എല്ലായിടത്തും പോകാൻ പോകുന്നത്. ഇതൊരു ചാലഞ്ചാണ്, എനിക്ക് തന്നെ ചെയ്തൊരു ചാലഞ്ചാണ്. ഇപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് വെച്ചാല് നമ്മുടെ പ്ലേ ഗ്രൗണ്ടിലാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നിസ്സാരം. വിശന്ന് പുല്ല് തിന്നാൻ വേണ്ടി ഞാൻ കയ്യിൽ കുറച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ലൈഫ് ഒക്കെ കൊടുത്താണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് നടന്നു പോവാം, റൗണ്ട് കിടക്കാം. എന്റെ പുല്ലേ, ഇരുന്നൊക്കെ ഇറങ്ങി പോവാം. ഈ പശു വീണ്ടും ഗർഭിണിയാണെന്ന് തോന്നുന്നു എനിക്ക്. തന്മ ഇതൊന്നും ഇടല്ലേ തന്മ. നമുക്ക് സ്വിങ് പോവാം. ആദ്യത്തെ ചാലഞ്ച് നമ്മുടെ സ്വിങ് ആണ്. പോയി നോക്കാം. പശുവായിട്ടെങ്ങാനും ജനിച്ചില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പെട്ടുപോയി. ഒരു പശുവിന്റെ സ്ട്രഗിൾസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ വലിയ കണ്ടു കേറുന്നില്ല. ഓക്കെ, 1 2 3 ഗോ. ഇത് കണ്ടോണ്ടിരിക്കുന്ന പശുക്കളൊക്കെ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് വലിയ കുഴപ്പമില്ല. ഈ ചലഞ്ച് നമ്മള് പാസ്സായി. ഇനി അടുത്ത ഏതാണ്? നീ നെക്സ്റ്റ് പശു. അവിടെ ഒരു സ്ലൈഡ് ഉണ്ട്, അത് ഇറങ്ങിയാണ്. യെസ്, അത് ഇതാണ് നമ്മുടെ സെക്കൻഡ് ടാസ്ക്. അറിഞ്ഞൂടാ, സ്റ്റക്കായി ഇരിക്കില്ല അതിന്റെ അകത്ത്. 911 വിളിക്കാൻ എനിക്ക് വയ്യ. അതെ, ഓക്കെ. ചെയ്തു. അടിച്ചു പോയി ഗായ്സ്, നമ്മുടെ പശു അടിച്ചു പോയി. അതെ, ഈ പശു മറ്റേ ഇതാ, പെട്ടെന്ന് മേലെയും പെട്ടെന്ന് വണ്ണം വെക്കും. തളർന്ന് നമുക്ക് ഒതുക്കിയാലോ? അതിനിപ്പം നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ നമ്മുടെ പശു സക്സസ്ഫുള്ളി സ്ലൈഡിന്റെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ചലഞ്ച് പോവാൻ. അതെ പോണം, നീ പോണം. അതെ, ദാഹിക്കുന്നുണ്ടല്ലേ? ഈ കോസ്റ്റ്യൂം ഇട്ട് ദോണ്ട് അവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ പോയി നമുക്ക് കുടിക്കാനുള്ള വെള്ളം മേടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം. പെട്ടെന്നൊരു ചലഞ്ച് കിട്ടി. ഈ കുനിഞ്ഞ് ഈ ബാഗ് ഒന്ന് എടുത്ത് നോക്കട്ടെ. ആ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പശു ബാഗ് എടുക്കുന്നത്. ഉണ്ടാക്കിയ പണിയാണിത് ഗൈസ്. എങ്ങോട്ടോ? അതെ, എങ്ങോട്ടാ ഈ പശു തുള്ളി കളിച്ച് പോകുന്നത്? അവിടുത്തെ കടക്കാരൻ ഇറങ്ങി ഓടല് തൻവി. പശു പറഞ്ഞു പശുവിന് ദാഹിക്കുന്നു. അപ്പൊ ഞാൻ ഐഡിയ കൊടുത്തു. അങ്ങനെ പറയല്ലേ. ആൾക്കാരൊക്കെ അവരൊക്കെ
ഇതൊക്കെ നോക്കുക. ഞാൻ എന്തിനായി പണി എനിക്ക് എന്നെ ചോദിച്ചു മേടിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പോയി ഒരു വെള്ളം കുപ്പി മേടിക്കാം. ഇതാണല്ലേ കാർ വരെയാണ്. ഇതാണല്ലേ നമ്പീശൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കട ഉണ്ടായാ മതിയായിരുന്നു. ഉണ്ടാവും. പശുവിനെ പേടിച്ച് അവരിറങ്ങി ഓടാതിരുന്നാ മതി. ആൾക്കാർ വരുവാ. ഓക്കെ വാ. എന്റെ ബാഗിന്ന് പൈസ എടുക്കണം. ഓ യാ നോ നീ എന്റെ ഇത് ടാപ്പ് ചെയ്തോടാ. Yeah. Okay. Yeah, for sure. If you want, you can come out and take a selfie with her. Oh my god. Oh yay! My boss. You can say I cow shopped here today. Yeah, I'm going to. I'll get some water, please. Just some water. It's a challenge to myself. So. Yeah. Sounds good. She was 17. I love it. Oh no, I need help. I gotcha. There you go. Yes. Yeah, literally. Yay! അങ്ങനെ നമ്മുടെ പശു സക്സസ്ഫുള്ളി വെള്ളം മേടിച്ചിട്ടുണ്ട്. അയ്യോ ഇവിടെ എത്രയും പെട്ടെന്ന് പോകണം കേട്ടോ. ഏയ് വേണ്ട, പൊട്ടിച്ച് കുടിക്കണം, അതാ ചലഞ്ച്. അയ്യോ Like chocolate, strawberry, caramel sundaes, or we have chocolate, strawberry, here. Does he like cows? We'll see. Come say hi and we'll see what he does. So I have a new baby, and so my friends were making fun, saying that now that She's just acting like a feeding her. Cow. So I'm like, well, maybe I'll do a challenge being a cow. Can I have a picture with you? It's my birthday today. Oh, happy birthday! Happy birthday, cute. There you go. You look utterly beautiful. Thank you. നമ്മുടെ സന്ധിക്ക് കുറെ കോംപ്ലിമെന്റ്സ് കിട്ടി. അതെ, ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് ഈ പശു രൂപത്തില്. എന്തൊരു പറയാൻ, എങ്ങനെയാണെങ്കിലും സൗന്ദര്യം കൂടിയ ഒരു ശാപമാണല്ലോ. അല്ല ഇങ്ങനെ എന്തോ ദൈവം സൗന്ദര്യം തരുന്നതും ഒരു തെറ്റാണ് ചേച്ചി. എന്തൊരു ചെയ്യാനാ, വെള്ളം കുടിച്ചു. അതെ, നമുക്ക് പതുക്കെ വീട്ടിൽ പോയാലോ? കഴിഞ്ഞോ? ഇനി പശു പുല്ല് തിന്നുന്നു വേണ്ടേ? അപ്പൊ നമ്മുടെ അടുത്ത ചലഞ്ച് പശു പുല്ല് തിന്നുന്നത്. കൊച്ചിന് പാല് കൊടുക്കണം. ഇങ്ങനെ രണ്ട് കാലും ഇതാക്കണേ. കാലാക്കിയാലും കുഴപ്പമില്ല, കൈ ആക്കിയാൽ മതി. റെഡിയാ? വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് യൂജിനും കൂടി ഇടിപ്പിച്ചാലോ? യെസ്, അത് നല്ലൊരു ഐഡിയ ആണ്. അതിനു മുന്നേ ഞാൻ ഇല്ല അതിന് ഒരു ചലഞ്ച് കൂടെ ഉണ്ട്. വീട്ടിലോട്ട് ആര് വണ്ടി ഓടിക്കും? അതാണ് നമ്മുടെ ലാസ്റ്റ്. ഇല്ല തന്വി, അതാണ് നമ്മുടെ ലാസ്റ്റ് ചലഞ്ച്. നീ ചലഞ്ച് നീ യോജിക്കാ ടാസ്ക് മൊത്തം. പ്രോമിസ്. ഈ കോസ്റ്റ്യൂം ഇട്ട് വണ്ടി ഓടിക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് ചലഞ്ച്. ജീവിതത്തിൽ ആദ്യം ഒരു പശു വണ്ടി ഓടിക്കുന്നു. എനിക്ക് കുറച്ച് വെള്ളം തരും. ചിരിച്ചിരിച്ച് ഭയ്യ മനുഷ്യ. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതില്. തനിക്ക് കുറച്ച് കനേഡിയൻ ഫാൻ ഫോളോവേഴ്സിനെ കിട്ടി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചലഞ്ച്. ഇതോടെ തന്നെ നിന്റെ ചലഞ്ച് തീർന്നു. പശു വണ്ടി ഓടിക്കുക. ഇറ്റ്സ് ഓവർ. എത്തിക്കാം. എയർ ബാഗ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അൺലോക്കായി. അയ്യോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും വണ്ണം വെക്കില്ല. അതെ, ഈശ്വരാ, ഇത് എങ്ങാണ്ട് ഇത് തീരണില്ലല്ലോ ഇവിടുന്ന്. അയ്യോ, എന്റെ പശുവിന്റെ പാല്, എന്റെ പശുവിന് സീറ്റ് ബെൽറ്റ് ഇട്ട്. നമ്മൾ അങ്ങനെയാണ്, പശുവൊക്കെ ആണെങ്കിലും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടേ വണ്ടി ഓടിപ്പിക്കാറുള്ളൂ. കണ്ടില്ലേ, സേഫ്റ്റി നമുക്ക് മെയിൻ ആണ്.
പറ്റാത്ത പണിക്ക് നിക്കരുതെന്ന് പറയുന്ന സത്യമാണ് ഗൈസ്. Yeah. അങ്ങനെ നമ്മുടെ പശു വണ്ടി ഓടിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഡിഫ്ലേറ്റ് ആയി പോയി. പശുവിന്റെ തലയൊക്കെ പോയി. പശുവിന്റെ തലയൊക്കെ പോയി. കാരണം വണ്ടി ഇരിക്കുമ്പോ കാറ്റധികം അകത്ത് കയറുന്നില്ല. ഉള്ളത് വെച്ച് ഓടിക്കാം. ആദ്യം ഇവിടെ ആരും വരാതെ വണ്ടി ഇരിക്കട്ടെ. ഓ ഇൻഫ്ലേറ്റ് ആയി കേട്ടോ. അയ്യോ എങ്ങനെയുണ്ട് തൻവി ഫുൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യുമ്പോ? വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. കണ്ണ് ആവശ്യത്തിന് കാണാം. മെയിൻ റോഡോട് ഞാൻ ഓടിക്കുന്നില്ല കേട്ടോ, ഈ ചെറിയ റോഡിലെ ഞാൻ ഓടിക്കുന്നുള്ളൂ. അവിടെ ഞാൻ ഒതുക്കുവേ. സോ അങ്ങനെ തൻവീന്റെ ചലഞ്ച് ഫുൾ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി യോജിനെ കൂടി ചാലഞ്ച് ഇല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടിയിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ ഒതുക്കാം. ഇടിയിപ്പിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ തൻവീനി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യട്ടെ. യൂട്യൂബറുടെ കഷ്ടപ്പാടുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുപ്പിക്കട്ടാ നിന്നെ ഞാൻ. പുതിയ പശുവിനെ കിട്ടോ? ഡാൻസ് യോജി തൻവീന്റെ ഐക്കോണിക് സ്റ്റെപ്പ് യോജി. ഇതിന് ഇത് തന്നെ നിന്റെ കോസ്റ്റ്യൂം, നമ്മള് ഊരണയൊന്നുമില്ല. കുഞ്ഞു പെണ്ണിനെ പശുവിനൊക്കെ കാണിച്ച് നമ്മൾ കൊതിപ്പിച്ച് അവള് കലിപ്പായി തുടങ്ങി. അപ്പോ ഉറങ്ങുന്നല്ലോ. ഇത്രയും പശുവെ ആദ്യമായിട്ട് ഒരുമിച്ച് കാണുന്നത്. അപ്പോ എന്തായാലും നമ്മൾ വ്ളോഗ് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോ എബിയും പാറുമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളില് നമ്മൾ കാനഡ വന്നതിന് ശേഷം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ചതിന് ശേഷമാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. അപ്പൊ ഇവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? ഞാൻ എന്തായാലും അവരെ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡു ഫോളോ ദം ടു. കാരണം അവർ നല്ല നമ്മളെ പോലെ ഒന്നുമല്ല, നമ്മളെക്കാളും പ്രാന്താണ്. അവിടെ കണ്ടന്റും കൂടെ നിങ്ങൾ നോക്കി നോക്കുക. എനിവേസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.